എല്ലാവർക്കും പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ 7-ാം മാസത്തെ ചടങ്ങിന് വേണ്ടി കനകയും ഗോവിന്ദനും നന്ദും ഒക്കെ അനന്തപുരിയിലേക്ക് എത്തിയിട്ടുണ്ട്. അന്നേരം ദേവേനെ ഒന്ന് ഇളക്കാൻ വേണ്ടി കനക ചോദിക്കുന്നുണ്ട്, ഇപ്പം ആദർശിന് മോൻ്റെ അമ്മയ്ക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് ചോദിക്കുമ്പം ദേവേനെ ഇത്തിരി ഗൗരവത്തിൽ പറയുവാണ്, കുഴപ്പമൊന്നുമില്ല, പക്ഷെ നിങ്ങളുടെ മോൾക്ക് വേണ്ടി ഇപ്പം ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ ചടങ്ങുകൾ തുടങ്ങുമ്പം ജലജയ്ക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ ജലജ മാറി നിൽക്കുവാണ്. അന്നേരം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നിൻ്റെ മരുമോളുടെ ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്, എന്നിട്ട് നീ എന്താ ഇങ്ങനെ മാറി നിൽക്കുന്നത് എന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് കേട്ടോ ജലജയോട്. ഈ സമയം അബി അനഘയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം അനഘ പറയുന്നുണ്ട്, എൻ്റെ കുഞ്ഞിനെ നോക്കാൻ, എൻ്റെ മകളെ നോക്കാൻ ഏറ്റവും നല്ല ആൾ നീ തന്നെയാണ്, അതുകൊണ്ടാണ് ഞാൻ നിന്നെ തേടി ഇങ്ങോട്ട് വന്നത് എന്ന് ഭയങ്കര സങ്കടത്തോടെ പറയുന്നുണ്ട്. മിക്കവാറും ആ പെൺകുട്ടിക്ക് എന്തെങ്കിലും അസുഖമോ എന്തെങ്കിലും ആയിരിക്കും, വല്ല മരണം സംഭവിക്കുന്നതിന് മുമ്പ് അബിയെ ഏൽപ്പിക്കാനായിട്ട് വന്നതും ആവാം. ഏതായാലും ഇതെല്ലാം കേട്ട് ആകെ വിഷമിച്ച് ഗത്യന്തരമില്ലാതെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇരിക്കുന്ന അബിയെ കാണിക്കുന്നുണ്ട്. ഈ സമയം മുത്തശ്ശൻ അനന്തപുരി പറയുന്നുണ്ട്, ഈ ഫംഗ്ഷന് നവ്യയുടെ 7-ാം മാസത്തെ ചടങ്ങിന് അബി പങ്കെടുത്തില്ല എങ്കിൽ അവന് പിന്നെ ഞാൻ ഈ വീട്ടിൽ കയറ്റില്ല എന്ന് മുത്തശ്ശനും പറയുന്നുണ്ട്.